നമസ്കാരം. ആര്യ ചേച്ചി വാങ്ങിച്ചു കൂട്ടുന്നതിന് കയ്യും കണക്കുമില്ല. കാരണം ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന മേയറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കേരളം അതീവ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഡ്രൈവറും മേയറും തമ്മിലുള്ള ബന്ധവും ഡ്രൈവറും മേയറും തമ്മിലുള്ള വല്ലാത്ത തരത്തിലുള്ള വിപ്ലവങ്ങളുമൊക്കെ ഈ നാട് കണ്ടതുമാണ്. കേരളത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആര്യ രാജേന്ദ്രന് പറയുവാൻ എന്താണുള്ളത് എന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ആണെങ്കിലുമൊക്കെ അധികാരത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ നിന്നുകൊണ്ട് അധികാര രാഷ്ട്രീയം കളിച്ചുകൊണ്ട് സാധാരണ പ്രജകൾക്കെതിരെ തിരിയുന്ന തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. ആ സമയത്തിനാണ് ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഈ മറ്റൊരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ആ കുറിപ്പ് പക്ഷേ കുറിക്കുകൊള്ളുന്ന തരത്തിൽ ഇപ്പോൾ ആര്യ ചേച്ചിക്ക് പൊങ്കാലയായിട്ട് മാറ്റുകയാണ് ഈ പൊതുസമൂഹം അല്ലെങ്കിൽ സമൂഹ മാധ്യമം എന്ന് പറയപ്പെടുന്നത്. ആര്യയുടെ ഫേസ്ബുക്കിൽ പറയുന്നത് ഇതിങ്ങനെയാണ്: മര്യാദയുടെ സകല സീമകളും ലംഘിച്ചൊരു തിരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ UDF ജാള്യത മറക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായി അവസാനിച്ചു. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളിയായി. കേരളത്തിലെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെപ്പോലും RMB UDF നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നത് എന്നത് തെളിയിക്കുകയാണ് പ്രസംഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടിയിലാണ് ഇത്രയും ഹീനമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. KK രമ MLA സാന്നിധ്യത്തിലാണ് RMBയുടെ നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത് എന്ന്. ശ്രീമതി KK രമ ഇതിനോട് പ്രതികരിക്കേണ്ടതായിരുന്നുവെന്നും ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു തള്ളിയ കഥ എന്ന് പറയപ്പെടുന്നത്. ഹരിഹരൻ്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത് CPMൻ്റെ തെട്ടൂരം തന്നെ എന്ന് വ്യക്തമാക്കി ശക്തിധരൻ രംഗത്ത് വന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അതീതമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഹരിഹരന് ആ ഈടുവെപ്പെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പാളിയ നാവിൻ്റെ പിഴയെ സ്വയം ശപിക്കുന്നുണ്ടാകും എപ്പോഴും. അതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഘനീഭവിച്ചു നിന്ന ആ നാടിനോടുള്ള ക്ഷോഭത്തിൻ്റെ വൈകാരികത വഴിതെറ്റി അണപൊട്ടിയതാണോ എന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെ രാത്രികാലങ്ങളിൽ നടത്തിയ മിന്നലാക്രമണം ഒറ്റപ്പെട്ട ഒരു ക്ഷോഭപ്രകടനം മാത്രമായി അവസാനിച്ചാലും പൊറുക്കാവുന്നതല്ല. ബോംബ് സ്ഫോടനം വരെയുള്ള സംഭവങ്ങൾക്ക് പിന്നിലെ ആസൂത്രണം ഇനിയും ഇത്തരം നീച പ്രവർത്തികൾക്ക് ശേഷിയുണ്ട് എന്നുള്ള വിളംബരമാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് പൊടുന്നനെ ബോംബെത്തിയത് എന്നുള്ളതാണ്. വാക്കു പിഴച്ചാൽ ബോംബാണോ പ്രതിവിധി എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് കച്ചകെട്ടി നിൽക്കുന്നവർ, വഴിതെറ്റിയവർ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ആരാധ്യനായ മാധവൻ മാഷുടെ ലെഗസി ജ്വലിച്ചു നിൽക്കുന്ന മണ്ണിൽ അവിടെ വേണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്നുള്ളത്. ആ കുടുംബത്തെയും വസതിയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തിലെ ദീർഘകാലത്തെ ഭരണസാരഥികൾ ഒരാളെന്ന നിലയ്ക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് 3 പതിറ്റാണ്ടിലേറെ വിദ്യ പകർന്നു കൊടുത്ത അധ്യാപകൻ എന്ന നിലയ്ക്കും ഗ്രാമീണ വായനശാലയുടെ സ്ഥാപകൻ എന്ന നിലയ്ക്കുമൊക്കെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ മാഷിൻ്റെ ഓർമ്മകൾക്ക് താങ്ങായി നിൽക്കുന്ന ആ ചുമരുകൾക്ക് നേരെയാണ് ഏതോ അവിവേകികൾ ഈ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അത് തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ് എന്ന് പറയേണ്ടി വരും. ഹരിഹരൻ്റെ വീടിന് നേരെ ആക്രമണം നടത്തണമെന്നത് ഏതോ നിഗൂഢ കേന്ദ്രത്തിൽ കൈക്കൊണ്ട തീരുമാനമായിരിക്കുവാനേ തരമുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോലീസ് ഊർജ്ജസ്വലമായിരുന്നുവെങ്കിൽ പ്രതികളെ കയ്യോടെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അക്രമികൾ സഞ്ചരിച്ച വാഹനം പോലീസിന് കയ്യെത്തും ദൂരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാറിൻ്റെ നമ്പറും പോലീസിന് കൈമാറിയതാണ് എന്നുള്ളത് പറയാതിരിക്കുന്നില്ല. ഒന്നും സംഭവിച്ചില്ല. പൂക്കോട്ടെ സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ കൊലപാതക അന്വേഷണത്തിൽ പോലും അലംഭാവം കാട്ടിയ പോലീസിന് ഇതെല്ലാം ചീള് കേസായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാധവൻ മാഷിൻ്റെ വസതിയിൽ താമസിക്കുന്നവർക്ക് ഇപ്പോഴുള്ള സുരക്ഷിതത്വം പോലും ഇനി കൊടുക്കേണ്ട എന്ന് ആജ്ഞാപിക്കുവാൻ മുകളിൽ ആളുകളുണ്ടാകും. പക്ഷെ അതിന് കയ്യൊപ്പ് വെച്ച് കൊടുക്കണോ പോലീസ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയും ചിന്തകനുമായിട്ടുള്ള ഡോക്ടർ ആസാദ് കളിച്ചു വളർന്ന വീടാണിത്.
മാധവൻ മാഷിൻ്റെ ഏക മകനാണ് കോളേജ് പ്രിൻസിപ്പളായിരുന്നിട്ടുള്ള ആസാദ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവാണ് KS ഹരിഹരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ആയുധം ഉറയിലിടുകയാണ് നല്ലത്. ചില ക്ഷുദ്രജീവികൾ പാർട്ടിയെ കൈക്കലാക്കി വിധ്വംസക പ്രവർത്തനത്തിന് അവിടെ കരുവാക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഏറിൽ പറക്കുന്ന ആര്യ വടകരയിൽ തലയിട്ട് വീണ്ടും പണി മേടിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. ഡ്രൈവർ യദുവുമായുള്ള വിവാദത്തിൽ നിന്ന് ഒന്ന് തലയുരുവാൻ ഒരു ഐറ്റം ഇട്ട് കൊടുത്തതാണ്. പക്ഷേ നൈസായിട്ട് പണിപാളി മലയാളി കയറി അങ്ങ് മേഞ്ഞു. വടകരയിൽ ശൈലജയെ അധിക്ഷേപിച്ച KS ഹരിഹരനെതിരെ പൊട്ടിത്തെറിച്ച ആര്യ രാജേന്ദ്രൻ നെടുനീളത്തിലാണല്ലോ ഒരു കുറിപ്പ് കുറിച്ചു വെച്ചത്. ഇട്ട പോസ്റ്റിന് മുട്ടിൽ വന്ന് വീണ പൊട്ടി വടകരയിൽ UDF നടത്തിയ ഹീനമായിട്ടുള്ള സ്ത്രീവിരുദ്ധ പ്രചരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് UDF RMP നേതാവായിട്ടുള്ള ഹരിഹരൻ നടത്തിയത്. ഹരിഹരനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തിക്കയറി വന്ന മേയറമ്മയുടെ ഫീസ് ഊരി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാളികളെന്ന് പറയേണ്ടി വരും. ആ മേയറമ്മ ഇട്ട പോസ്റ്റിന് താഴെ വന്നിട്ട് മലയാളികൾ ഒന്നാന്തരം പണി കൊടുത്തുകൊണ്ടേയിരുന്നു. KS ഹരിഹരൻ മഞ്ജു വാര്യരെയും ശൈലജ ടീച്ചറിനെയും അധിക്ഷേപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചോ എന്ന് പറയാൻ ഈ DYFIക്ക് എന്താണ് ഇതിനുള്ള യോഗ്യത എന്ന് കൂടി പറയും. ഇതൊക്കെ പറയാൻ പറ്റിയ ടീംസാണ് ഇവരെന്ന് പറയും. ഏത് സ്ത്രീകളുടെ മാനം തെരുവിൽ വലിച്ചു വയ്ക്കപ്പെട്ടപ്പോഴാണ് DYFI പ്രതികരിച്ചിട്ടുള്ളത്? ഇതേ DYFIയിലെ യുവതികളെ പാർട്ടിയിലെ നെറികെട്ടവന്മാർ കയറി പിടിച്ചപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ പാർട്ടി ആഫീസിലിട്ട് പീഡിപ്പിച്ചപ്പോഴൊക്കെ എന്ത് നടപടിയെടുത്തു ഈ പാർട്ടി? ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ലെന്ന് പറയിപ്പിച്ചവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്ന് മോങ്ങുന്നത് എന്നുള്ളതാണ്. തന്തയില്ലാത്ത കൊച്ചനെ പ്രസവിപ്പിക്കുമെന്ന് സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ SFI സംസ്ഥാന സെക്രട്ടറി ആക്കി വായിച്ചപ്പോൾ ആര്യയുടെ വായിൽ എന്തായിരുന്നു? വിജയരാഘവൻ രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചപ്പോൾ ഈ മേയർ ഉറക്കത്തിലായിരുന്നു. നിങ്ങളുടെ തലമുതിർന്ന നേതാവായിട്ടുള്ള MM മണി സ്ത്രീകളെ നിരന്തരം ആക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ഈ ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകളും സ്ത്രീ സ്വാതന്ത്ര്യവുമൊക്കെ? എന്തേ MM മണിയോട് പോക്രിത്തരം പറയരുതെന്ന് പറഞ്ഞില്ല? CPI നേതാവ് ആനി രാജയോട് മണി പറഞ്ഞത് ഒരുത്തിയുണ്ട്, അവരങ്ങ് ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുകയാണ് എന്നാണ്. മണിക്കെതിരെ നിയമ നടപടി വേണമെന്നാണ്. എന്തുകൊണ്ട് ഈ ആര്യ വാദിച്ചില്ല? അവിടെ പ്രതികരിക്കാത്തവർ പിന്നെ വന്നിരുന്ന് ഗിർവാണം അടിക്കരുത്, അത് തെറ്റാണ്. സഖാക്കൾ ആരെയും അധിക്ഷേപിക്കും, സ്ത്രീവിരുദ്ധത പറയും, കയറിപ്പിടിക്കും, വേണോൽ പീഡിപ്പിക്കും. അപ്പോഴൊക്കെ സഖാത്തികൾ കൂട്ടുനിന്ന് കൊടുക്കുകയും ചെയ്യും. അന്നൊരു അക്ഷരമാരും മിണ്ടില്ല. ആര്യയ്ക്ക് വയറ് നിറച്ചപ്പോൾ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ മലയാളികൾ. ഉപദേശിക്കാനെല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ DYFI എന്ന് തന്നെയാണ്. P ശശിയെ എടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിനു വേണ്ടി വാദിക്കണമെന്ന് പറയുകയാണ്. പവിത്രതയുടെയും സഖാത്തികളുടെയും തങ്കക്കുളമായിട്ടുള്ള മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും, അല്ലേ സഖാത്തി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഹരിഹരനല്ല, ഏത് ഹരിശ്ചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാലും പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹരിഹരൻ നാക്കുപിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു. എന്നാൽ ബാലൻ്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ സ്ത്രീപീഡനം നടത്തിയ P ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കാരണഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. സ്ത്രീകളുടെ സുരക്ഷയുടെ അട്ടിപ്പേറവകാശം നിങ്ങൾക്കാരാ തന്നത്? ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ പൊന്നു മേയറമ്മേ, വെറുതെ കയറി ചെന്നങ്ങ് പണി മേടിക്കണമായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും. കാലം ഇത്രയൊക്കെ ആയിട്ടും മാറാത്ത ചിന്തയും മാറുന്ന മുഖങ്ങളുമുള്ള മനുഷ്യരായി നിങ്ങൾ തീരുന്നു എന്നുള്ളതാണ്. ചിന്തകൾ എന്നും അതേ ദ്രവിച്ച ചിന്തകൾ മാത്രമായി തീരുന്ന ഒരു CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും അതിന് കുടപിടിക്കുവാൻ കൂട്ടുനിൽക്കുന്ന നേതാക്കന്മാരും ഒന്നുമില്ലെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങുന്ന DYFI കൂട്ടവും ഇതുപോലെ തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്ന ബാല്യങ്ങളും ഒപ്പം തന്നെ തന്തയില്ലാത്ത കുട്ടിയെ ജനിപ്പിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള SFIയുടെ നേതാക്കന്മാരുമുള്ള നാട്ടിൽ CPMഉം DYFIയും CPMഉം ഒപ്പം തന്നെ CPMൻ്റെ ചെറുപാർട്ടിയായിട്ടുള്ള SFIയും കാണിക്കുന്ന വൃത്തികേടുകൾ, ആ വൃത്തികേടുകൾ കണ്ടിട്ടും കാണാതെ പോകുന്ന നേതാക്കന്മാരുള്ള നാട്ടിൽ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ പറയാനുള്ളത് എന്ന് ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള പുതുതലമുറ ഉത്തരം പറയുക തന്നെ വേണം. ഇങ്ങനെ ഫേസ്ബുക്കിനുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് വരച്ചു കാട്ടുന്നതിലല്ല, പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നതിലാണ് ആണത്വവും തൻ്റെ ഇടവും ധൈര്യവും സ്ത്രീത്വവുമൊക്കെ ഉണ്ടാകേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.